ഡൊണാൾഡ് ട്രംപ് ഒരാഴ്ചക്കുള്ളിൽ അധികാരത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതല്ല, ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ചാണ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇപ്പോൾ ഓടുന്നൊക്കെ. ഇപ്പോൾ ഇറാനെ കുറിച്ച് ആരും പറയുന്നില്ല, കേൾക്കുന്നില്ല. അല്ല, ഇറാനെക്കുറിച്ച് ഇറാൻ വല്ലാതെ ഭയത്തിലാണ്. അതുകൊണ്ടാണ് വെറുതെ പറയല്ല തന്നെ മൈറ്റ് ഇൻഫാർസിസ് എന്ന് പറഞ്ഞ് ഇറാൻ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ ഈ ഒരു ഡ്രില്ലെന്ന് അവർ പറയുന്നത്, അതായത് അവരുടെ ഈ സൈന്യം, ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആർമി IRGC ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഡ്രില്ല് നടത്തുന്നു. അതിന് എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അവരുടെ മിസൈൽ റഡാർ യൂണിറ്റ്, ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ്, ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് കമാൻഡ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചില സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്യുകയാണ്. എവിടെയെന്നറിയോ? അമേരിക്കയുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ ഈ സന്നാഹങ്ങൾ മുഴുവൻ വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ വെറുതെ അല്ലല്ലോ, ന്യൂക്ലിയർ സ്റ്റേഷൻസ് അവർക്കുണ്ട്. ഇടയ്ക്ക് പോയി ഇറാൻ കുറേ ഇസ്രായേൽ കുറച്ച് തകർത്തു, പ്രാച്ചിനിലൊക്കെ തകർത്തു. ബാക്കിയുള്ളത് അവിടെയുണ്ട്. വളരെ പെട്ടെന്ന് മൈറ്റ് ഇൻഫാർസി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വലിയ തോതിൽ ഇവയ്ക്ക് ചുറ്റും സൈനിക സന്നാഹങ്ങൾ ഇറാൻ നടത്തിയിരിക്കുന്നു. അത് ആദ്യമേ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നദാൻസ് എന്ന് പറയുന്ന ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്ലാന്റാണ്. അതായത് ന്യൂക്ലിയർ സമ്പുഷ്ടീകരിക്കാൻ, യുറേനിയം സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂട്ടി ഒരു വെപ്പൺ ഗ്രേഡിലേക്ക് ആണവായുധം ഉണ്ടാക്കുന്ന, ഇപ്പോൾ 60% വരെ അവർ എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 90ലേക്ക് എത്തിച്ചാൽ 2-3 ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം അവരുടെ പക്കൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, എൻറിച്ച്മെൻറ്റ് കേന്ദ്രമാണ് നദാൻസിൽ സെൻട്രിഫ്യൂഗ്സ് ഒരുപാട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെൻട്രിഫ്യൂഗ്സ് മിനിറ്റിൽ 100,000-ലേറെ പ്രാവശ്യം വേഗത്തിൽ കറക്കിയാൽ യുറേനിയം, ഗ്യാസ് ഫോമിലുള്ള യുറേനിയം സമ്പുഷ്ടീകൃത യുറേനിയമായി മാറുമെന്നാണ് എനിക്കിതേക്കുറിച്ച് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കിയത്. അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ് നദാൻസിൽ നടക്കുന്നത്. നദാൻസിലാണ് ആദ്യമേ ഈ മൈറ്റ് ഇൻഫാർസിയുടെ ഭാഗമായിട്ടുള്ള വലിയ സൈനിക സന്നാഹം ഉണ്ടായത്. ഇപ്പോൾ അത് മാറിയിട്ട് വിദേശ ഏജൻസികൾ പറയുന്നത് ഫർദോ എന്ന് പറയുന്ന അവരുടെ മറ്റ് മല തുരന്നുണ്ടാക്കിയിരിക്കുന്ന, ഫർദോ ഒരു വലിയ കൂറ്റൻ മലയുടെ നെറുകയിൽ നിന്ന് തുരന്ന് അകത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള ഒരാണവ പരീക്ഷണ കേന്ദ്രമാണ്. കോണ്ടാസ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ട്. കോണ്ടാസ് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇറാൻ ആർമി, IRGC, പിന്നെ റഡാർ യൂണിറ്റ്, വ്യോമ പ്രതിരോധ സന്നാഹമൊക്കെ വളരെ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യുന്നതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ തെളിയുന്നു. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത, ഇന്നലെ മുതലാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത്, ഇതുവരെ ഇല്ലാത്ത തരത്തിലേക്ക് ആണവ കേന്ദ്രങ്ങളെ എന്തുകൊണ്ട് വല്ലാതെ ഇറാൻ പൊതിഞ്ഞു പിടിക്കുന്നു എന്ന ചോദ്യമാണ് വരുന്നത്. അതിന് ഇപ്പോൾ ലോകത്ത് നിലവിൽ ഒരു ടെൻഷൻ ഇറാനുമായിട്ടില്ല. ഇറാനും ഇസ്രയേലുമായിട്ട് സംഘർഷമുണ്ട്, അമേരിക്കയായിട്ട് സംഘർഷമുണ്ട്, ഇസ്രയേലും ഇറാനുമായിട്ടാണ് നേരിട്ട് ഫൈറ്റും നടന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ എസ്കലേറ്റ് ചെയ്യാതെ ശമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഇറാൻ തങ്ങളുടെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ 2 ഉത്തരങ്ങളാണ് വാർ അനലിസ്റ്റുകൾ പറയുന്നത്, യുദ്ധ നിരീക്ഷകർ ഒക്കെ പറയുന്നത്, ഡിഫൻസ് അനലിസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ട്. അവർ പറയുന്ന ഒന്ന്, അമേരിക്കയിൽ റിജീം ചേഞ്ച് ഉണ്ടാവുകയാണ്, ഭരണമാറ്റം വരികയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡൻ എന്താ പറഞ്ഞത് നെതന്യാഹുവിനോട്? നിങ്ങൾ ഇറാനെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, നിങ്ങളെ അവരാക്രമിച്ചു, ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നിങ്ങളെ ആക്രമിച്ചു, നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട്. പക്ഷേ അതൊരു ലിമിറ്റഡ് തിരിച്ചടിയായിരിക്കണം, ആനുപാതികമായിരിക്കണം. അതുമാത്രമല്ല, ബൈഡൻ ഒരു കണ്ടീഷൻ കൂടെ വെച്ചു. എന്താണെന്നറിയോ? ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ഓയിൽ ഫെസിലിറ്റീസ്, എണ്ണ ശുചീകരണശാലകൾ ഉൾപ്പെടെ റിഫൈനറികൾ ആക്രമിക്കാൻ പാടില്ല, എണ്ണ സംഭരണശാലകൾ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻസ്. ഈ 2 കണ്ടീഷൻസ് നെതന്യാഹുവിന് മുന്നിൽ, ഇസ്രായേലിന് മുന്നിൽ ബൈഡൻ വെച്ചിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടായി, ഇവർ തമ്മിൽ സംസാരിക്കാതെയായി. ബൈഡൻ നെതന്യാഹുവിനെ തന്തയ്ക്ക് വിളിക്കുന്ന ബാസ്റ്റഡ് എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. നമ്മൾ അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ സംസാരിക്കാതായി. പിന്നീട് ഫോണിൽ നെതന്യാഹുവിനെ ബൈഡൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ മഞ്ഞുരുകിയത്. അവരുടെ പ്രതിരോധ മന്ത്രി അങ്ങോട്ട് പോകാനുള്ളതൊക്കെ നെതന്യാഹു തടയുകയൊക്കെ ചെയ്തു. എന്തായാലും മാത്രമല്ല, ഇസ്രായേലിലെ പ്രതിപക്ഷം പറഞ്ഞത് ചരിത്രം നമ്മുടെ വാതിലിൽ വന്ന് മുട്ടുകയാണ്, ഇപ്പോൾ അടിക്കണം, അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഇറാൻ്റെ
ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള അസുലഭ സന്ദർഭമാണെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹുവിന് ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ പറ്റിയില്ല. കാരണം തടസ്സം ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റായ ബൈഡനായിരുന്നു. അതേ സമയത്ത് അമേരിക്കയിൽ പ്രതിപക്ഷമായിരുന്ന അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരുന്ന സ്ഥാനാർത്ഥിയായിരുന്ന ട്രംപ് പറഞ്ഞെന്താ, അഴിക്കട അവൻ്റെ ആണവ കേന്ദ്രങ്ങൾ അടിക്ക് നെതന്യാഹു തകർത്ത് കളഞ്ഞേക്കാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മാറ്റം വരാൻ പോവുക. ആ ട്രംപ് അമേരിക്കയുടെ എക്കാലത്തെയും ലക്ഷ്യമാണ് ഇറാനെ നിരായുധീകരിക്കുക. ആണവ നിരായുധീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് ട്രംപ്. അമേരിക്കയ്ക്ക് വലിയ തമാശയുണ്ട്. അമേരിക്കയാണ് പഴയ ഇറാന് ഷായുടെ കാലത്തുള്ള ഇറാന് ആണവ സംവിധാനങ്ങൾ തുടങ്ങാനുള്ള മെറ്റീരിയൽസും സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും കൊടുത്തു തുടങ്ങിയത് അമേരിക്കയായിരുന്നു. അക്കാലത്ത് ഇറാൻ്റെ സഖ്യകക്ഷിയായിരുന്നു ഇസ്രായേൽ. അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പിന്നീട് ഷാ ഭരണകൂടം വീണ് ഈ അയത്തുള്ളമാരുടെ ഭരണം വന്നതുകൂടിയാണ് ഈ ബന്ധം വഷളാവുന്നത് 79 മുതൽ. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ വീണ്ടും മാത്രമല്ല, അവിടെ ഉപരോധം 2019 ട്രംപാണ് ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷമാണ്. പക്ഷേ ആ ഉപരോധം ഇപ്പോഴും നിലവിലുണ്ടെങ്കിൽ പിൻവലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അതിനെ കാർക്കശ്യത്തോടെ ബൈഡൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഒരിളവൊക്കെ കൊടുത്തു. ഉപരോധമൊക്കെ ഉണ്ട്. അതൊക്കെ നടന്നോട്ടെ, കിടന്നോട്ടെ. ഒരു ഉപരോധം രാജ്യം വളർന്നോട്ടെ എന്നല്ല, അതിനൊന്നും ഓയിൽ കച്ചവടത്തിനൊന്നും വലിയ താല്പര്യം പുള്ളിക്കില്ലായിരുന്നു. കാരണം റഷ്യയായിട്ടൊരു ക്ലാഷ് ഉണ്ട്. ഇറാൻ്റെ എണ്ണ പോകുന്നെങ്കിൽ പോകട്ടെ. പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട്. റഷ്യയും ഇറാനുമായിട്ടുള്ള ബന്ധവും ബൈഡൻ ഇഷ്ടമായിരുന്നു. എന്നാൽ പോലും ഒരു ഇസ്ലാമിക രാജ്യത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന ഒരു താല്പര്യം ബൈഡൻ പൊതുവിൽ കാണിച്ചിട്ടുണ്ട്. അത് ബൈഡൻ്റെ പിന്നിൽ നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യമായിരിക്കാം. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം എന്ന് ആവശ്യപ്പെടുന്ന ട്രംപ് അധികാരത്തിൽ വരാൻ പോവാണ്. പേടിക്കുന്നു. അപ്പോൾ ഇറാൻ വല്ലാത്ത ഭയത്തിലാണ്. അപ്പോൾ ഇവർ ഏതാണ്ട് 60% കഴിഞ്ഞ് 90% എത്തുന്ന തരത്തിൽ ഇവരുടെ ആണവ പരീക്ഷണ പദ്ധതി വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഇൻ്റർനാഷണൽ ആണവോർജ ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവർ നേരത്തെ പരിശോധിക്കുക എന്നിട്ട് കഴിഞ്ഞ മാസം റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഇപ്പോൾ ട്രംപിൻ്റെ മേശപ്പുറത്തേക്ക് വരാൻ പോവുക. അപ്പോൾ എക്കാലത്തും ഇവൻ്റെ അടി കൊടുക്കണം എന്ന് പറയുന്ന ട്രംപ് വന്നാൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു അടി കിട്ടാമോ? അല്ലെങ്കിൽ ട്രംപ് വന്നാൽ, ട്രംപ് നേരത്തെ തന്നെ ഒരു പച്ചക്കൊടി വീശിയിട്ടുണ്ട്. എന്താണ്? അവൻ്റെ സാധനം അടിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പം അത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അധികാരത്തിലേക്ക് വന്നാൽ അന്ന് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ഇപ്പോൾ നടപ്പാക്കുമോ? ഈ രണ്ടാശങ്കയാണ് ഇറാനെ വളരെ പെട്ടെന്ന് സൈനിക സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നത് എന്ന് പറയുന്നു. കാരണം അവർക്ക് S-300 ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കൊടുത്ത S-300 ആയിരുന്നു വ്യോമ പ്രതിരോധ സംവിധാനം. അതിന് പകരം അവർ തദ്ദേശീയമായി അവർ വികസിപ്പിച്ചെടുത്ത ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. അതും ഫത്തേ മിസൈലുകൾ ഒക്കെ വെച്ചിട്ടാണ് അവർ പ്രതിരോധം ഒരുക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ നമ്മുടെ ഖമനൈ എവിടെയെന്ന് സിനു ചോദിച്ചില്ല. ഒരു വിവരമില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. അവസാനം ഒരു ലാസ്റ്റ് വീഡിയോ വരുന്ന ഒരു 4-5 മാസത്തിന് ശേഷമാണ്. പിന്നീട് വരുന്നതൊക്കെ പ്രസ്താവന പത്രക്കുറിപ്പുകൾ മാത്രമാണ്. അപ്പോൾ അത് ഭൂമിക്കടിയിൽ എവിടെയോ ഒരു പൊത്തിനകത്ത് ഒരു ട്രഞ്ചിനുള്ളിൽ ഒരു ബങ്കറിനുള്ളിൽ വൈദ്യുതി പോലും ഇല്ലാതെ അദ്ദേഹം കഴിയുന്നു എന്നൊക്കെയാണ് അക്കാലത്ത് പേജർ സ്ഫോടനം ഉണ്ടായതിനു ശേഷമുള്ള വാർത്ത. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ വൈദ്യുതി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു വാർത്ത ഓർത്തേ. സിറിയയുടെ അവസ്ഥ പറഞ്ഞില്ലേ? അതെ, സിറിയയിൽ ആക്രമണം കഴിഞ്ഞ് സിറിയയുടെ മിക്ക പ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലാണ്. പക്ഷേ കഷ്ടിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ട് സിറിയയുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അവർക്ക് കഷ്ടിച്ച് ഒരു രാജ്യത്ത് 2 മണിക്കൂറൊക്കെ കറണ്ടുള്ളൂ. ഇത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ആയിരുന്നല്ലോ ഇക്കാലം അത്രയും സിറിയയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ ഭരണകൂടം നേരെ പോയിരിക്കുന്നത് സൗദി അറേബ്യയിലും ഖത്തറിലുമാണ്. ഞങ്ങളെ സഹായിക്കണം. ഇത് നിലവിലുള്ള HTSൻ്റെ ജൊലാനിയുടെ സർക്കാരിന് ഇറാനുമായി ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഇറാൻ്റെ വൈരികളായ സൗദിയുമായിട്ടും ഖത്തറുമായിട്ടും അവർ നേരിട്ട് മന്ത്രിമാർ പോയി കണ്ടു. സൗദി ഇപ്പോൾ ഒരു സംവിധാനം ചെയ്യാൻ പോവുക. 2 കപ്പൽ അയച്ചു കൊടുക്കുക. 2 കപ്പലെ കറണ്ട് കയറ്റി അയക്കാൻ പോവുക. തള്ളിയതല്ല, 2 കുപ്പി കറണ്ട് തരാവുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ യൂണിറ്റുകളായ 2 കപ്പലുകൾ സൗദി സിറിയയ്ക്ക് അയക്കാൻ പോവാം. ഈ കപ്പലുകൾ ഒന്നും സിറിയ പോർട്ടിൽ കിടക്കും. അവരെന്നിട്ട് ഡീസൽ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. അത് പുറത്തേക്ക് കൊടുത്തിട്ട് സിറിയയിൽ കറണ്ട് കൊടുക്കാൻ പോവാം. അതൊന്ന്. അതുകൂടാതെ ഇന്നലെ സിറിയയിൽ മറ്റൊന്ന് നടന്നു. സിറിയയിൽ ഇന്നലെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് പ്രകൃതിവാതകം LPG സംഭരണശാലയ്ക്ക് വളരെ പെട്ടെന്ന് തീ പിടിച്ചു.
15 ആളുകൾ അപ്പം മരിച്ചു. ബാക്കി വലിയ കാഷ്വാലിറ്റിയുണ്ട്, വലിയ പൊട്ടിത്തെറിയുണ്ട്, ആളുകൾ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാം. സിറിയയിൽ പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ട്. ആരാണ് ആക്രമിച്ചതെന്നും അറിയില്ല. അത് മൊത്തം കത്തി തകർന്ന് ചാമ്പലായിപ്പോയി. വലിയ തീപിടുത്തം ഇതിലെ ഉണ്ടായി. അപ്പോൾ സിറിയയുടെ തന്ത്രപ്രധാനമായ ചില സാധനങ്ങൾ തകർക്കാൻ അത് ഹൂത്തികളുടെ കയ്യിലുണ്ടായിരുന്ന റിഫൈനറിയും കൂടിയായിരുന്നു. അപ്പോൾ അമേരിക്ക ആക്രമിച്ചതാണോ ഇസ്രായേൽ ആക്രമിച്ചതാണോ എന്നുള്ള വിവരവും ലഭ്യമല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണത്തെ നേരിടാൻ പോവുക. ഒന്ന്, അവർക്ക് ആക്രമിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അവർ അവസാനം പറഞ്ഞത് ഇറാഖി മിലിഷ്യയെ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഇറാഖി മിലിഷ്യ പറഞ്ഞത് ചെയ്തു, ഞങ്ങളിനി യുദ്ധത്തിനൊന്നുമില്ല, പോടാ പോയി എന്ന് പറഞ്ഞ് ആയത്തുള്ള ഈ കളവിന് വേറെ പണിയൊന്നുമില്ല, ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞ് അവർ ഇനി ഇസ്രായേലുമായി ഒരു യുദ്ധത്തിനേ ഇല്ല എന്ന് ഇറാഖി മിലിഷ്യ പറഞ്ഞു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ആക്രമിക്കാനുള്ള ഒന്നുമില്ല. ആകെ കൈവശമുള്ളത് ഈ പറഞ്ഞ ആണവ കേന്ദ്രങ്ങളാണ്. ഒരുപാട് വർഷം നിരന്തരം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലൂടെ അവരുടെ ആണവ പരീക്ഷണ പദ്ധതി ഒരുപാട് വർഷങ്ങളിലേക്ക് പിന്നോക്കം പോയിരുന്നു. അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു, അവരുടെ ആണവ നിലയങ്ങൾ നിരന്തരം തകർത്തു. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ കൂറുമാറ്റിയെടുപ്പിച്ചു. പിന്നെ ഇറാൻ ചെയ്തിരുന്നത് ഇസ്രായേൽ ചെയ്തിരുന്നത് മറ്റേ ജിൻസന്റെ കേസില്ലേ, അതെ, വ്യാജ ഷെൽ കമ്പനി ഉണ്ടാക്കിയിട്ട് പേജറുകൾ പൊട്ടിത്തെറിക്കുന്ന പേജറുകൾ എടുത്തതുപോലെ ഇവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കൊടുക്കാൻ വേണ്ടി ഷെൽ കമ്പനികൾ ഉണ്ടാക്കി. എന്നിട്ട് ഇറാന് വേണ്ടുന്ന ആണവായുധശാലകളിലേക്കുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കമ്പനി. അത് ഏറ്റവും ലോ ക്വാളിറ്റി കൊടുക്കും, അല്ല ഡിഫക്റ്റ് ഉള്ളത് കൊടുക്കും, അല്ലെങ്കിൽ കമാൻഡിന് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാധനം കൊടുക്കും. സ്വിച്ച് ഇടുമ്പോൾ ഓണാവണം എന്നതിന് പകരം സ്വിച്ച് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള കമാൻഡുമായിട്ടുള്ള സാധനമൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയൊക്കെ ഇറാൻ്റെ ആണവ പദ്ധതി ഒരുപാട് കാലം പിന്നാക്കം കൊണ്ടുപോയെടുത്ത് നിന്നാണ് പതുക്കെ ഇവർ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഇറാൻ വളരെ പെട്ടെന്ന് ഈ സൈനിക ഡ്രിൽ ആരംഭിച്ചതിന് ശേഷം, അതായത് 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾക്ക് ചുറ്റും ഇവരുടെ പരമാവധി സേനയെ IRGCയെ ഉൾപ്പെടെ വിന്യസിച്ചതിന് ശേഷം ഇവർ പറയുന്നത്, ഇപ്പോൾ ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്, ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തുന്നത് സമാധാനപരമായിട്ടല്ല, ഞങ്ങൾക്കിനി ബോംബുണ്ടാക്കാൻ ഉദ്ദേശമില്ല എന്നും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ബോംബുണ്ടാക്കും, വേണ്ടി വന്ന UK തകർക്കും എന്നൊക്കെ യുദ്ധകാലത്ത് പറഞ്ഞില്ലേ, ബ്രിട്ടനിൽ പോയി ബോംബിടും എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ബോംബുണ്ടാക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല ട്രംപ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ട് ഇറാന് യുദ്ധം മതിയായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ട്രംപിനെ പേടിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവൻ ആളുകളും ബങ്കറിലേക്ക് പോയി ഖമനേയിക്ക് കൂട്ടിരിക്കുന്ന സ്ഥിതിഗതികൾ മാറുകയാണെന്നാണെന്ന് ഈ മൈറ്റ് ഇൻ ഫാർസി എന്ന് പറയുന്ന പുതിയ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ സാറ്റലൈറ്റിലൂടെ മനസ്സിലാക്കിയ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അതായത് പേടി കൂടാതെ ജീവിക്കാൻ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ സമയം. ഒരാഴ്ച 20-ാം തീയതിക്ക് ശേഷം എന്തും സംഭവിക്കാം എന്ന വല്ലാത്തൊരു ഭയം ഇറാൻ്റെ ഭരണതലപ്പത്തുള്ള ആളുകളെ പിടികൂടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.